ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മുടെ ഈ പെരുന്നാൾക്ക് ബിലാലിന് അർത്ഥമെന്ന് വെച്ചിട്ടുള്ള കുറേ മെസ്സേജും കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിന്. ഈ പെരുന്നാൾക്ക് ബിലാലിന് അർത്ഥം എന്ന് പറഞ്ഞിട്ട് പഴയ വീഡിയോൻ്റെ താഴത്ത് കമൻറ്റെല്ലാം വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഒന്നല്ല, നമ്മൾ ബിലാലിനൊന്ന് കാണിച്ചു തരട്ടാ. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച വീഡിയോ മൈക്രോ സ്ക്വിറലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മൈക്രോ സ്ക്വിറലിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുറേ കമൻറ്റ് ഇതിൻ്റെ അടുത്തായിട്ട് മൈക്രോ സ്ക്വിറൽ വേണം, മൈക്രോ സ്ക്വിറൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് മുന്നേ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അതിനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എത്ര ഉണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ മൈക്രോ സ്ക്വിറൽ ശരിക്കും സ്ക്വിറലിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതല്ല കേട്ടോ. എല്ലാവരും വിചാരിക്കുന്നത് അത് നമ്മൾ ഏറ്റവും ചെറിയ സ്ക്വിറലാണെന്നാണ്. പക്ഷേ സ്ക്വിറലായിട്ട് സാമ്യമൊന്നുമില്ല. അത് ശരിക്കും ഡോർമൗസ് എന്ന് പറഞ്ഞ ഒരു എലിൻ്റെ വിഭാഗത്തിൽപ്പെട്ട തന്നെ ഒരു ജീവിയാണ് കേട്ടോ. ആഫ്രിക്കനാണ്. പിഗ്മി ഡോർമൗസ് എന്നാണ് ശരിയായ പേര്. പക്ഷേ നമ്മളെല്ലാവരും മൈക്രോ സ്ക്വിറൽ തന്നെ വിളിച്ചിട്ട് മൈക്രോ സ്ക്വിറൽ തന്നെ അതിനെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് സംഭവങ്ങൾ അങ്ങനത്തെ നമ്മൾ പെറ്റ് സ്റ്റേഷനിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഈ പാമ്പിൽ നല്ലോണം ഇതിൻ്റെ കായ് പിടിച്ച് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മെക്കാവസിനും ഇതിനൊക്കെ കൊടുക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അത്യാവശ്യം നല്ല വെയിറ്റും നല്ല റെഡ് കളറായതൊക്കെ നമുക്ക് പറിച്ചിട്ട് നല്ല രസമില്ലേ കാണാൻ? നോക്കിയാൽ ഏതാ ഭംഗി നോക്കിയാൽ. തൽക്കാലം നമുക്കൊരു 4-5 എടുക്കാം അല്ലേ? ഓക്കെ, ഇത് ഒരു പാം ട്രീ ആണ്. ആ നമ്മൾ ബേഡ്സിനൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഇതാണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുണ്ടെങ്കിൽ ഇവിടെ ബേഡ്സിന് കൊടുക്കാം. ആ ഓക്കെ, ചില ആൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു കൗതുകമല്ലേ, അങ്ങനെ അവർക്ക് കൊടുത്തതാണ്. വാ, നമ്മൾ ദൂരെ പോകുമ്പോൾ മൈക്കിൻ്റെ നമ്മളെ സൗണ്ട് മിസ്സാകുന്നില്ല പ്രശ്നമുണ്ടേ. അപ്പോൾ അയ്യോ, നമ്മൾ ജെമ്മിനെ കുറച്ചായി കാണിച്ചിട്ടല്ലേ. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. നമുക്ക് കഴിക്കാൻ ചാൻസ് ഇല്ല. വാടാ, മെക്കൗസിന് ഇത് പറ്റും. വാ ജമ്മി, വാ മുത്തേ, വാ. ആ അല്ല, പിന്നെ എനിക്കിത് വേണോ? വേണ്ടേ? ഓക്കെ, ആ വേറെ പക്ഷിക്ക് കൊടുക്കുക, ഇവർക്ക് കൊടുക്കാം. ബാ, ഇതിനിപ്പോൾ നല്ല കടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കടിയാണ്. ബാ എന്താ എന്താ കൈ അടിക്കാനേ വരുന്നു പാഹേ. ഓക്കെ, സെറ്റ്. അത് കട്ടിച്ച് പൊട്ടിച്ച് നല്ല രീതിക്ക് കഴിക്കോട്ടാ. അയ്യോ, ആ അത് പോട്ടെ, നമുക്ക് അടുത്താ കൊടുക്കാം. വാടാ ക്ലാര ബേബി. ആ കടിച്ച് പൊട്ടിച്ച് കഴിച്ചോ, കഴിച്ചോ. ഞാൻ കൊടുക്കാണ്ടിരുന്ന വെറുതെ ഞാൻ കൈ തന്നെ പിടിച്ചാൽ വിചാരിച്ച് കൊടുക്കുന്നതെല്ലാം. ആ ഓക്കെ, ആ ഇത് കൊടുത്ത് ശീലമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ കഴിക്കും. അതുപോലെ ഇത് പിടിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല അടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്ന വെക്കാവിന് കൊടുക്കരുത്. ഓക്കെ, അതേപോലെ പിന്നെ എടാ ബ്രഹ്മത് ഇപ്പുറത്തേക്ക് ചാടിക്കടന്നിട്ട് അപ്പുറത്താണ് ബ്രഹ്മൻ്റെ കേജ്. ഇത് പിന്നെ ഈ പാമ്പ് വീണിട്ട് ഇതന്നെ മുളച്ചിട്ട് ഇഷ്ടംപോലെ ഫോക്സ്റ്റൈൽ, ഇത് ഫോക്സ്റ്റൈലിനാണ് നമ്മൾ ഈ ചെടിൻ്റെ പേര്. അതിൻ്റെ പിന്നെ കായാണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇതുണ്ട് ചെറിയ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം വലുതായി ഇതേപോലെ പഴങ്ങളാകുമ്പോൾ നമുക്ക് ഇവരെല്ലാം കൊടുത്ത് സെറ്റാക്കി പഠിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അവരെല്ലാം നന്നായിട്ട് കഴിച്ചോളൂ. ഓക്കെ, സ്റ്റേഷനിലെ കുറച്ച് കാര്യങ്ങളും കൂടി കാണിച്ചാൽ നമ്മളെ അടുത്ത പിന്നെയും നമ്മുടെ കൊയ്പ്പ് ബ്രീഡാനുള്ള സെറ്റപ്പിൽ ഇതാ കുഴിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സമ്മതിക്കുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഇനി ഇതേപോലത്തെ ഒരു ബ്രീഡിങ്ങിനുള്ള പരിപാടിക്ക് പോയി കഴിഞ്ഞാലേ ശരിയാവില്ല. ഉണ്ടാ കുഴിയെടുത്ത് തുടങ്ങി, അത് താഴത്തെ പോകുന്നുണ്ടോ, അത് വലിയ കുഴി തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ അതിൻ്റെ അടിയിൽ സിമെൻറ്റിലിട്ട് പാക്ക് ചെയ്യാനാണ് പോകുന്നത്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ എന്നും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുട്ടി മിസ്സായില്ലേ, അതുപോലെ നമ്മളെ ആമനെ കണ്ട സൽക്കട്ടൻ്റെ വലിയ അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട് കേട്ടോ. കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളും തുടങ്ങുമ്പോഴേക്ക് അവൻ്റെ എന്താ പറയുക മൊത്തത്തിലുള്ള സെറ്റപ്പേ മാറി. അതേപോലെ വേറെ രണ്ടാളെ കാണിച്ചു തരാനുള്ളത്, ഇവിടെ വരുന്നവരെല്ലാം പെറ്റ് സ്റ്റേഷനിൽ വന്നവരിലും കണ്ടിട്ടുണ്ടാവും നമ്മളെ
കിവി ഉണ്ടായ സ്ഥലത്ത് ഇപ്പോൾ കിവി പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ കയറിയിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം കീഴടക്കിയിട്ടുള്ള നമ്മൾ ഈ റാബിറ്റും അതേപോലെ തന്നെ നമ്മുടെ കോഴിയും, നമ്മുടെ സെറാമ ഇവിടുത്തെ വരുന്ന ആൾക്കാരുടെ ഇടയിൽ കണ്ണിലുണ്ണി വന്നിട്ടാ നല്ല പെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, പറയുമ്പോൾ കൂവുന്നത് ചില സമയത്ത് കറക്റ്റ് ചെയ്യട്ടെ. ഒന്ന് കൂവിയടാ, ഒന്ന് കൂവിയേ മുത്ത് കൂവിയേ. വരട്ടെ. കൂവുന്നതിനോട് കൂടിയിട്ട് അപ്പിയും കൂടി ഇട്ടിനെ. എന്നിട്ട് എല്ലാവരും കൂടി എന്നെ എന്താ പറയുക നിർത്തിപ്പൊരിച്ചെന്ന് പറയാം. ഒന്ന് കൂവിയിടാൻ നോട്ടെ. വരട്ടെ. വരട്ടെ പോട്ടെ. ഇതുണ്ട്. ഇതാണ് നമ്മുടെ സെറാമ കേട്ടോ. സെറാമ ചിക്കൻ നല്ല ചെറിയ കുഞ്ഞ് ഷോർട്ടസ്റ്റ് ചിക്കനാണ്. പക്ഷേ എന്താ പറയുക നല്ല ഇണക്കം വന്നിട്ടാ. ഇവിടെ ഇറങ്ങിക്കോ. ആയി വാ. ആ നടത്തും സ്റ്റൈലെല്ലാം ഭയങ്കര രസമാണ് കേട്ടാ. മസാജിങ്ങെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. എല്ലാം നല്ല അങ്ങാണ്ട് നിന്ന് തരും. ഓക്കെ. അതേപോലെ വെക്കേഷൻ്റെ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പാറാപ്പയ്മൻ്റെ ഫീഡിങ്ങൊക്കെ ഹെവി ഫീഡിങ് ആയിരുന്നു ഈ ലാസ്റ്റത്തെ 3 ദിവസം. അപ്പീടെല്ലാം പറഞ്ഞിട്ടല്ല ഒന്നൊന്നര വേസ്റ്റായിരുന്നു. ഇപ്പോൾ നേരത്തെ നോക്കിയാൽ ഫുള്ള് കലങ്ങിയിട്ടുണ്ടായിരുന്നു ടാങ്ക്. ഇപ്പം ഇങ്ങനെ ഉണ്ട് നോക്കല്ലേ. അതുപോലെ നമ്മൾ പിന്നെ കോൾടെക്കിൻ്റെ കുട്ടികൾ വലുതായേ കണ്ടാ. അത് 2 കുട്ടികൾ മക്കൾ, അത് 2 അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇത് 2 പാരൻസ്. എല്ലാം ക്ലിയറായി. എല്ലാം ക്ലിയറായിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം അത്യാവശ്യം താഴെ ചെറിയ രീതിയിൽ വേസ്റ്റ് ഉണ്ട്. ഒറ്റ ദിവസം തന്നെ 7 കിലോ ഫുഡ് എടുത്തത്. 7 കിലോ ഒരുമിച്ച് കഴിച്ചു. എന്നാലും നമുക്കിപ്പോൾ ഒന്ന് കൊടുത്തു നോക്കാം എടുക്കുമെന്നുള്ളത്. എന്നാലും 7 കിലോ കഴിച്ചിട്ട് പിന്നെയും എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബൈറ്റിങ് ഫോഴ്സ് കുറവായിരുന്നു. ചെറിയ ഫോഴ്സിലെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ പവർ കാണിച്ചു. അതാ ആൾ വന്നിട്ട് ഇതണ്ട വയറ് നോക്കിയാൽ കണ്ട വിചാരിക്കും ഗർഭിണിയാന്ന്. അതൊന്നല്ലേ തിന്ന്. ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാവരും നല്ലോണം ഇവർക്ക് കൊടുത്തോ, പ്രശ്നമില്ല, അവിടെ നിന്നോട്ടെ, നല്ലോണം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നാലും ഇവന് മത്തിയാന്ന്. മത്തി എൻ്റെ കൈക്ക് ഓക്കെ ചാടി പിടിക്കുന്നതാണ്. ചിലപ്പോൾ ഒരു കടി കിട്ടാൻ ചാൻസ് ഉണ്ടേ. മത്തി ആയതുകൊണ്ട് ബടാ പിടിക്കടാ. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സൈസ് വന്നേ. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഡയറക്റ്റ് കാണുന്ന ആളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ല സൈസായി, മുന്നേ കാണുന്ന പോലെയല്ല, നല്ല സൈസായിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെയുണ്ട്. ഇതാ നല്ല ബസ് പാർക്ക് ചെയ്ത പോലെ പാർക്ക് ചെയ്യും. 5 വന്നിട്ട് നിൽക്കടാ. കണ്ടാ എല്ലാവരും നല്ല ലെവലിൽ വന്ന് നിന്നിട്ടുണ്ടാ. ഒന്നുകൂടി കൊടുക്കല്ലേ. ഒന്ന് തിന്നോട്ടറാ. ഇതുവരെ നീ അവൻ്റെ ഭയങ്കര ശത്രു എന്ന് പറയുന്നട്ടെ. ഇത് കറക്റ്റ് എടുക്കുന്ന നല്ലോണം സൂം അടുത്ത് വെച്ചേ നീ പിടിക്കുന്ന രീതി. ആ ഒരു കാര്യം സ്ലോ മോഷൻ ആക്കി നോക്കല്ലേ. അല്ല നമുക്ക് ഇതിനകത്ത് സ്ലോ മോഷൻ ആക്കി വേണ്ട. ഞാൻ സ്ലോ മോഷൻ ആക്കിയിട്ട് കാണിച്ചോളാം. നോക്കണേ. കറക്റ്റ് നല്ലോണം ശരിക്കും നല്ല രീതിയിൽ കാണുന്ന വിധത്തിലെടുക്കും. ഓക്കെ. ആ ബൈറ്റിൽ നമ്മളെ മിസറിൻ്റെ അടുത്ത് ക്യാമറയും ഫോണെല്ലാം പോയിട്ടാ. ഓക്കെ. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കൈ കൊണ്ടൊന്ന് കൊടുക്കാം. ഓക്കെ. കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടി കൊടുത്തു നോക്കാം. എടാ നീ എത്ര തിന്നാലും മതി. വേടാ മക്കളെ നല്ല ക്ലോസ് ആയിട്ട് എടുത്തോ. ഇനി ഫോണൊന്നും വീണക്കല്ലേ. ഇതാ വേണ്ട സൈസ് ഓക്കെ. നമുക്കൊന്നും കൂടി ഇറങ്ങണമല്ലോ. ഇത്രയും വലുതായതിന് ശേഷം നമ്മൾ ഇറങ്ങിയിട്ടില്ലല്ലോ. നമ്മൾ ഇതിനേക്കാൾ കുറച്ച് ചെറുതുള്ള സമയത്തല്ലേ ടാങ്കിൽ ഇറങ്ങിയത്. ഒന്ന് ഇറങ്ങി നോക്കണം അല്ലേ. അതുപോലെ ഇവനെ ഒരു ചെറിയ ഡാമേജ് ഉണ്ട് ഇവിടെ. ഇത് ഈ അടുത്തുനിന്ന് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ഈ ചുമരിന് ഇടിച്ചതാണ്. എന്നിട്ട് പിന്നെ അവിടെ ചെറിയൊരു
പഴുപ്പായി അത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായി പോയി. പ്രശ്നമൊന്നുമില്ല. ഇതാ നല്ല എന്തുപോലെ ഉള്ളത് എത്തുമ്പോൾ. ഓക്കെ, ഓട്ടാ. അപ്പോൾ നമ്മളിതാ മൈക്രോ സ്ക്വിറലിൻ്റെ പിന്നെ ഇതാ എൻക്ലോസറാണിത് നമ്മൾ സെറ്റാക്കിയത്. അപ്പോൾ ഞാൻ ഈ മൈസിന് എന്തിനാ എടുക്കുന്നറിയോ, അതിൻ്റെ ഏകദേശം പിന്നെ ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണേ. അടുക്കട്ടെ, ഒന്നടി പോകുന്നില്ല. ഇതാണ് നമ്മുടെ മൈക്രോ സ്ക്വിറൽ. മൈക്രോ സ്ക്വിറലിന് പറയുമെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്ക്വിറലല്ല, ശരിക്കും നല്ല ഉറക്കമാണ്. ഇവർ പൊതുവേ രാത്രി ആക്റ്റീവാകുന്ന ജീവികളാണ് കേട്ടോ. പകലുറക്കും രാത്രി ആക്റ്റീവാകുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂട്ടത്തോടെ ഉറങ്ങുക. അതേപോലെ ചെറിയ പഴുത് മതി മിസ്സാവാൻ, ചെറിയ പഴുത് മതി, അതിലോട്ട് അത് മിസ്സാവും. ഓക്കെ, ചെറിയ വൈറ്റ് കളറാണ് കേട്ടോ. നിങ്ങളിത് നോക്കിയാൽ മനസ്സിലാവും, ഇതിന് സ്ക്വിറലിൻ്റെ മുഖമായിട്ട് യാതൊരു ടച്ചും ഇല്ല കേട്ടാ. ശരിക്കും എലിയൻ തന്നെയാണ്. നല്ല ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ശരീരമാണ്. അതേപോലെ ഇവർ ഫുഡായിട്ട് കഴിക്കുന്നതെന്ന് പറയുന്നത് ചെറിയ പ്രാണികൾ, ചെറിയ പുഴുക്കൾ, പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നോർമൽ എലി കഴിക്കുന്ന എല്ലാം കഴിക്കും. രണ്ടിന് ഞാൻ അടുത്തടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാമല്ലോ. ഇതാ കണ്ട, ഇവിടെ കടി കുടിക്കല്ലേ. ഐഷ് കണ്ട, ഇതിൻ്റെ വ്യത്യാസം മറ്റേ വലിപ്പവും കണ്ട. ഏകദേശം ഈ നോർമൽ മൈസ് തന്നെ ചെറുതല്ല. എൻ്റെ ഇപ്പം എൻ്റെ കൈൻ്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ മൈസും ഇത് മൈക്രോ സ്ക്വിറൽ, അത് രണ്ടും അടുത്തടുത്ത് തന്നെ, രണ്ട് ചെറിയ സാധനം. മൈസിനേക്കാളും ചെറുതാണ് കേട്ടോ. ഓക്കെ, ശരിക്കും നമ്മളൊരു വിരലിൻ്റെ അത്ര തന്നെ, വിരലിൻ്റെ ഉള്ളിൽ നിൽക്കും. കണ്ടാ കണ്ടാ. ഓക്കെ, അതിൻ്റെ ഇനിയും കുറേ എണ്ണുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഇവരെ നല്ല രീതിയിൽ പെറ്റാക്കി വളർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അവരിങ്ങനെ ഇണക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുറേ എണ്ണുണ്ട്. ഞാൻ മുന്നേ കുറച്ചാണ് ഇത് ബ്രീഡാക്കിനി. നമ്മൾ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് രണ്ടാക്കി കൊടുത്തിട്ട്, പക്ഷെ എല്ലായിടത്തും മിസ്സായ ചെയ്തേട്ടാ. ആദ്യം തീരെ വില ഉണ്ടായിട്ടില്ലേ, തീരെ വില ഉണ്ടായില്ല. 1500 രൂപയ്ക്കാണ് ഒരു ജോഡിക്ക് ഉണ്ടായത്. ഇപ്പം ഭയങ്കരമായിട്ട് വില കൂടി. ഇപ്പോൾ 6000 രൂപ 7000 രൂപയൊക്കെ ആയി. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ ആൾക്കാർ വാങ്ങിച്ച് നിൽക്കുന്നുണ്ട്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ നമ്മളടുത്ത്. ഇതാ തന്നെ വരുന്നുണ്ടാ ഓരോ ഗ്യാപ്പിൽ. ഇതാ എത്ര എണ്ണം നോക്കിയിട്ടില്ല. അങ്ങനെ ഇത് പകൽ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്കെല്ലാം പോവുക ചെയ്യുക, ഫുള്ളായിട്ടുണ്ടോ എല്ലാം ഒളിച്ചു കൂടെ ചെയ്യുക. രാത്രി മാത്രം ആക്റ്റീവ് ആകും. അതുപോലെ ഇതിൻ്റെ കണ്ണ് കണ്ട്, നിങ്ങൾ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിക്കും പാല് പിടിച്ചിട്ട് എടുക്കാൻ പറ്റില്ല. കണ്ണ് നോക്കിയാൽ വലിയ ഉണ്ടക്കണ്ണാന്ന് കേട്ടോ. ഓക്കെ, കണ്ട, രാത്രി ഭയങ്കര കാഴ്ചശക്തിയും കൂടുതലാന്നേ. ഇതാണ് നമ്മൾ പറയുന്ന മൈക്രോ സ്ക്വിറൽ. ഇത് ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം, കഴിഞ്ഞ വീഡിയോൻ്റെ അല്ല അതിന് മുമ്പത്തെ വീഡിയോൻ്റെ താഴത്ത് 2 ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി, മൈക്രോ സ്ക്വിറലിനെ വാങ്ങിക്കണം, മൈക്രോ സ്ക്വിറൽ ഇല്ലല്ലോ. അവിടെ ഉണ്ട് കേട്ടോ, മുന്നേ ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കാണിച്ചെന്ന് എൻ്റെ ഓർമ്മ. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? അഭിപ്രായം പറയണേ. അതുപോലെ വരുന്നവർക്കൊന്നും നല്ല രീതിയിൽ ഇവരെ കാണാനൊന്നും പറ്റില്ല. ഇവിടെ ഉണ്ട്, ഡിസ്പ്ലേയിലുണ്ട്, മുന്നേ ഇവിടെ തന്നെ ഉള്ളത്. പിന്നെ ഒരിക്കൽ വേറൊരു കേജിലേക്ക് മാറ്റാം. അവിടെ നിന്ന് നമ്മുടെ അടുത്ത് 2-3 എണ്ണം മിസ്സായിന്. ശരിക്കും കാണാനുള്ള രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ സൂക്ഷിച്ച് നോക്കുന്നവർക്ക് കാണും. അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല, നമ്മളെ പിന്നെ പാമ്പ് ഫുഡ് എടുക്കുന്നത്. നിങ്ങൾക്ക് അത് അന്ന് കണ്ട സ്നേക്കും ഇപ്പവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? വലിയതായി കണ്ട, എത്ര പെട്ടെന്ന് ഇതിനെ മാറ്റുന്ന നോക്കണ്ടേ. അന്ന് നോക്കിയാൽ കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ, ആകെ ഇത്രയേ പാമ്പുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ കുറച്ച് അത്യാവശ്യം തടി വന്ന് വലിപ്പം വന്ന് കണ്ടാ. ഇത് മെക്സിക്കൻ കിങ് സ്നേക്ക്, ബ്ലാക്ക് കിങ് സ്നേക്കാണ്. ഇപ്പോൾ ഷെഡിങ്ങിൻ്റെ സമയമായി, അതാണ് ഈ കളർ ഇങ്ങനെ ഫെയ്ഡായിട്ട് വരുന്നത്. ഇപ്പോൾ നാളെ മറ്റന്നാളെ ഷെഡിങ് ഉണ്ടാവും. ഓക്കെ, ഈ സമയത്ത് കുറച്ച് സ്ട്രെസ്സ് കൂടുതലായിരിക്കും. ഓരോ ഷെഡിങ്ങും അതിൻ്റെ വളർച്ചൻ്റെ ഇതാണെന്ന് കാണിക്കുന്നത് കേട്ടോ. ഓരോ ഷെഡ് ചെയ്യുന്നിടത്തോളം നല്ല ലക്ഷണമാണ്. അതേപോലെ നമ്മൾ റക്കൂണൊക്കെ ഉണ്ടോ, റക്കൂണും ഈ റക്കൂൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ താഴത്തൊന്നും വൃത്തിയില്ല കേട്ടോ. ഫുള്ള് പുല്ലല് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട്. പിന്നെ റക്കൂൺ ഉണ്ടല്ലോ എല്ലായിടത്തും മര്യാദയ്ക്ക് നിൽക്കുന്നൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം കടിയെല്ലാം ഉണ്ട് കേട്ടാ. വാടാ ഏയ് റക്കൂൺ ബേബി,
സൈസായില്ലേ? നല്ല മാറ്റമില്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കണ്ട. പണ്ട് നമ്മൾ കൊയ്പ്പൂവിനെ കാണിച്ച പോലെ ഓരോ വീഡിയോയിലും കുറച്ച് കുറച്ചായിട്ട് കാണിക്കാം. നല്ല അത് ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാവും. വലുപ്പമൊക്കെ ആകുന്നത് വേഗം മനസ്സിലാവും നേരം. ഓക്കെ, ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കുന്നതാണ്. ചെറിയ രീതിയിൽ എഗ്ഗൊക്കെ കഴിക്കാൻ തുടങ്ങിയേ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മൾ ബിലാലിനൊന്ന് കാണിക്കണം. ബിലാൽ നല്ല എണ്ണയൊക്കെ തേച്ച് കൂട്ടപ്പനായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബിലാലിന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ബിലാലിൻ്റെ പെട്ടെന്ന് മാറ്റവും ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഗ്രോത്താണ് കേട്ടോ. അതുപോലെ നമ്മുടെ സിക്ലെറ്റ്സ് എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. ഐഷ് കുറേ നാളെല്ലാം കണ്ടിട്ട് വാടാ. ഐഷ് എന്താ രസമല്ലേ ഈ സിക്ലെറ്റ്സിൻ്റെ. അധികം ആളും ചോദിക്കണ്ടേ ഇത് വെള്ളം മാറ്റാറുണ്ട്. നമ്മൾ അന്ന് മാറ്റി തന്നെ കേട്ടോ. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ചില്ല, എനിക്കൊന്നൊരു 3 വർഷം 4 വർഷമായിട്ടുണ്ടാവും ഈ വെള്ളം മാറ്റിയിട്ട്. ഈ ഒരേ വെള്ളം തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. ഒന്നും അഥവാ ചെറിയ രീതിയിൽ പിന്നെ വെള്ളം ഈ ആവിയായിട്ട് പോകുന്നതുണ്ടല്ലോ, അങ്ങനെ കുറച്ച് കുറയുമ്പോൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാം സെയിമാണ് കേട്ടോ. ബടാ ഭയങ്കര രസം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അക്വേറിയം കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അക്വേറിയം എനിക്ക് കാണുന്നത്. മനസ്സിലേ? ബാ. പിന്നെ ഒരാളെ കാണിച്ചു തരണ്ടേ. ഒരു കരിങ്കുട്ടിയുണ്ട്, ഒരു കറുപ്പൻ, നമ്മുടെ ഇംഗ്ലീഷ് ട്രംപറ്ററിൻ്റെ ഒരു കുട്ടി. ഞാനേ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലുതായി. ഇപ്പോൾ നമ്മൾ മുട്ട മാറ്റി വെക്കുന്നുണ്ടേ. ഫോസ്റ്റേഴ്സിനെ വെച്ചിട്ട് വിരിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ബേബിയാണ്, ഇപ്പോൾ ഇറങ്ങിയൊരു ബേബിയാണ്. ഒറ്റ പേരിനെ മാത്രമേ നമ്മൾ ഇതിനകത്ത് ബ്രീഡാക്കുന്നില്ല കേട്ടോ. ഇതൊരു കുട്ടി, ഇപ്പോൾ ഇറങ്ങിയൊരു കുട്ടിയാണേ. ചെറിയ ബേബിയാണ്. അത്യാവശ്യം ഫുഡ് ഫെദറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ, ഇനി ഈ കുട്ടിനെ കാണാൻ ഞാൻ വന്നത്. ഇതാ ജസ്റ്റ് പുറത്തിറങ്ങി ഓക്കെ. ഫുഡ് ഫെദർ ഉണ്ടാ. കാക്ക ഉണ്ട്. രസില്ലേ? ഭയങ്കര സ്റ്റൈല്. കൂട്ടിലേക്ക് തന്നെ പോകുന്നോ? അപ്പോൾ ഇതാ ആ കാണുന്നതാണ് പാരൻസ് കേട്ടാ. പാരൻസിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാറേ. പോയിക്കോ. ഓക്കെ, സെറ്റ്. നല്ല രസമാണ് കേട്ടോ. പ്രാവ് എപ്പോൾ ഒരു വികാരം. ഓക്കേ, അപ്പോൾ നമുക്ക് അതേപോലെ നമ്മളെ ഇവരും അത്യാവശ്യം സിംഗിൾ കളറിൽ തന്നെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ. കുറേ പ്രാവുകളായി. നല്ല രസമില്ല കാണാൻ. ഇതാ കുറേ കുട്ടികളും അമ്മയും എല്ലാം ആയിട്ട് നല്ല രസമാണ് ഈ കൂട് കാണാൻ വേണ്ടിയിട്ട്. അത് ചെറിയ ബേബി ഉണ്ടായതാ. ഒരാളത് എൻ്റെ മുട്ടിട്ടിരിക്കുന്നു. ചെറിയ കുട്ടി കണ്ടാ. നമ്മൾ അധികം കുട്ടികളെ ഇറക്കല്ല. അധികം കുട്ടികളെ ഇറക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും. അപ്പോൾ അതുകൊണ്ട് ഓരോ പാരൻസിനെ മാത്രമേ ബ്രീഡ് ചെയ്യിക്കാറുള്ളൂ. ബാക്കിയുള്ള മുട്ടയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേറെ ഫോസ്റ്റർ പാരൻസിനെ കൊണ്ട് വിരിയിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ബിലാലിനെ കണ്ടിട്ട് വരാം. ബിലാലിനെ ഒന്ന് പരിചയപ്പെടാം. ഇതാ ബിലാലിനെ കണ്ടാ. ബിലാൽ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് നല്ല എണ്ണയൊക്കെ ഇട്ട് നല്ല കൂട്ടപ്പനാക്കി നമ്മളെ ബീച്ചിലെ കാറ്റും കൊണ്ടിട്ട് പെറ്റ് സ്റ്റേഷൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. തിന്നിട്ട് ഇങ്ങനെ അയവറയ്ക്കുന്നു. ഏതാന്ന് മുടി നോക്കിയേ, ഹെയർ സ്റ്റൈലൊക്കെ കണ്ട. ഇങ്ങോട്ടോ ഹെയർ സ്റ്റൈൽ കാണിച്ചേ. കുറച്ചും കൂടി വളർന്നാൽ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് ഒപ്പിച്ച് കൊടുക്കണം. ഇതൊക്കെയാ എന്താ രസം ഇതൊക്കെയാ. രണ്ട് സൈഡിലേക്കും നല്ല രീതിയിൽ ചീകി. സൈസ് കയറി വന്നില്ലേ? നല്ല മാറ്റം വന്നില്ലേ? നമ്മളെ ബോണിയും വരുന്നുണ്ടല്ലോ കറക്റ്റ്. ഇതാ ബോണി മറ്റേ ഗ്രൂമിങ്ങെല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് ഇതാ സൈഡ് കൊണ്ടുവരുന്നുണ്ട്. കയറ്റിക്കോടെ. അയ്യവാ, എടാ ബിലാലൊന്ന് എണീച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണട്ടടാ. ഒന്ന് എണീക്കടാ. പൊന്നോ. ബാ എണിക്ക് പോട്ടെ. യാ
എല്ലാവരും വിചാരിച്ച് ഈ പെരുന്നാൾക്ക് ഇറക്കും എന്നിട്ടാ. അതിന് മാത്രമുള്ള മുതലുണ്ട് നോക്കിയേ. പക്ഷെ നമ്മൾ ഇറക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇവനെ വാങ്ങിച്ചത്, ഇറക്കാൻ പോകുന്നിടത്തുനിന്നല്ലേ നമ്മളിവനെ കൊണ്ടുവന്നത്. ഇവൻ നമ്മൾ ഇറക്കുമോ? ഇനിയിപ്പോൾ എന്ത് കിട്ടിയാലും നമ്മളിവനെ കൊടുക്കുമെന്നില്ല. ഇവൻ നമ്മളെടുത്ത എന്താ പറയുക പെറ്റ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, ബാ എണീറ്റ് 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 എണീക്ക് എണീക്കടാ എണീക്ക് 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 എണീക്ക്. ആ ആ ആ ആ പോട്ടെ. ആയി വാ. നല്ല മണിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ടേ. ആ എടാ ബിലാലേ, ഇത് വേണോ? എന്നാ ബദാമിറല്ലേ ബദാമു. ബാ 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 ബിലാ, എന്നാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. ബാ 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 ബാ, കളിക്കല്ലേ. ബാ എന്നാ നീന്നാ. ഓക്കെ, ബദാമെല്ലാം നല്ല ഇടിക്കുന്നുണ്ട്. അയ്യോ കിടന്നിട്ട് ആകെ മണ്ണായി പോയല്ലേ. നല്ല കുട്ടപ്പനായിട്ട് ഉണ്ടായതാണ് ഫ്രണ്ടിൽ. മറ്റേ ഇപ്പുറത്ത് നിന്ന് അതിൻ്റെ സൈസ് ശരിക്കും കാണാം. ഓക്കെ, അതിലേ മഞ്ചായില്ലേ? നടന്ന് വരുമ്പോഴും നല്ല രസമാണ്. ഇപ്പം എല്ലാവരും അത്യാവശ്യം നോക്കുന്നത് കാണുമ്പോൾ തന്നെ. സൈസ് നമ്മൾ എന്താ പറയുക, ഇനി ഒരു 5-6 മാസം ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ സൈസ് കയറി വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അല്ലേ ബിലാൽ കുട്ടാ? ആയി വാ. ആ എണ്ണൻ്റെ മണം ഇങ്ങനെ അടിക്കുന്നു. ഓക്കേ, നമ്മളിതാ പുറത്തേക്ക് ട്രീറ്റെല്ലാം കാണിച്ച് മയക്കിയിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതാടാ ബിലാൽ നന്ന എന്നാ ബാ ബാ ബാ. ആയി വാ. ഞാ ബാ. ഇനിയിപ്പോൾ നമ്മളിതാ ഫ്രീ ആയിട്ട് ഇടുന്ന് തിന്നാൻ വേണ്ടി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുല്ലെല്ലാം നല്ല രീതിയിൽ തിന്ന് തീർത്ത് നല്ല ഇപ്പോൾ ഇതെല്ലാം ഇതണ്ട ഇത് ഈ ഭാഗം എന്നും ഒന്നും കൂടി ഫുള്ളാവും. നല്ല നിറഞ്ഞിങ്ങനെ നിൽക്കും കംപ്ലീറ്റ് ഫുഡ് എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ നല്ലവണ്ണം കടിച്ച് തിന്നാൻ തുടങ്ങിയാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞത് ഫാമിൽ നിന്ന് വളർത്തിയതായതുകൊണ്ട് ഈ കടിച്ച് തിന്നാൻ ഈ മൂപ്പർ പഠിച്ചിട്ടേ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടെത്തി കട്ടി ഇപ്പോൾ പുല്ല് നല്ല രീതിയിൽ കടിച്ച് പറിച്ച് തിന്നാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട്. ആ ഡിഫറൻസ് ഇവൻ്റെ മേത്ത് കാണാനും ഉണ്ട് കേട്ടോ. ആദ്യം ഈ ഫാമിലെ ഫുഡ് ഇപ്പം നമ്മൾ മറ്റേ ഈ ഭക്ഷണം മാത്രം വെച്ച് കൊടുത്തിട്ട് അതിങ്ങനെ ഭക്ഷണം മീൻസ് എന്താ പറയുക പിന്നെ പെല്ലറ്റ് മാത്രം കഴിച്ച് ശീലമായിട്ട് ഈ പുല്ല് കടിച്ച് പറിച്ച് തിന്നാൻ അറിയണ്ടായില്ല. ഇപ്പം നല്ല രീതിയിൽ പഠിച്ച് മുമ്പൊരു സെറ്റായി. പിന്നെ ഈ കടൽ കരക്കിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കളിയാന്നേ, ഒരു രക്ഷയില്ലാത്ത കളിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിന് നമ്മളെ പോത്ത്? പൊളിച്ചിട്ടില്ലേ? നമ്മളെ വീഡിയോയിൽ സഫാനെ 2-3 ആഴ്ചയായി കാണിക്കാത്ത. സഫാനെ ആ സഫാനിപ്പോൾ ഭയങ്കര ഫാൻസാണ്. ഇവിടെ വന്നാൽ എന്നെക്കാളും കൂടുതൽ ആൾക്കാർ കാണുന്ന ഇപ്പോൾ സഫാന്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫുൾ ടൈം ഇല്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടല്ല ഇപ്പോൾ പണിയെടുക്കുന്നിടത്തെല്ലാം ഉണ്ടാവും. അപ്പോൾ സഫാൻ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വന്നിട്ട് മെയിൻഡാക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സഫാൻ ആകെ സെറ്റായിപ്പോൾ ഇപ്പോൾ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ചില ജീവികളെ മുന്നേ കാണിച്ചത് പിന്നെ കാണിക്കാണ്ടല്ല ഇപ്പോൾ വന്നത്. ഒന്നായിപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ സ്ക്വിറലിനെ കാണിച്ച പോലെ എല്ലാവരും അതേപോലെ തന്നെ ഉണ്ട്. പക്ഷേ ചില സമയം നമ്മളിപ്പോൾ എടുത്തതിനെ തന്നെ ചിലപ്പോൾ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ എന്താ പറയുക പ്ലാൻ ചെയ്തിട്ടെടുക്കുന്ന വീഡിയോ ഒന്നുമല്ല കേട്ടോ കൂടുതലും. അപ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ തോന്നുന്നുണ്ട് 2 ആഴ്ച മുമ്പ് ഇതേ വീഡിയോ തന്നെയല്ലേ ഏകദേശം ഇട്ടിട്ടുണ്ടായിരുന്നൊക്കെ. അതേപോലെയാണ് നമ്മളെ കോഴി ഫിഷിൻ്റെ എല്ലാം അവസ്ഥ. എപ്പോഴും കാണിച്ചാലും പിന്നെയും കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹരമാണ്. ഈ ഹരമെന്നല്ലേ നമ്മൾ നിങ്ങളിലേക്കും കൂടി കാണിക്കുന്നത്. എന്നാൽ ഇതെപ്പം കൊടുത്താലും ഇതിനൊരു മടുപ്പ് നമുക്ക് തോന്നില്ല. വാ എല്ലാവരും മേലേക്ക് കയറി കഴിച്ചേ. മേലേക്ക് കയറിക്കോ. ആ ആയി വാ. കൊള്ളുന്ന നിങ്ങൾ കുളിച്ച്
ഇതാ എനിക്ക് ഇഷ്ടപ്പെട്ട മീനാണ് ഇത്. ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. നമ്മൾ ഹാർട്ട് എടുത്തു, ഹാർട്ട് ഇവിടെ സഫാൻ ഇടുന്ന നേരിടുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യനാണ് ഹാർട്ടേഡ്. അപ്പോൾ സഫാൻ ഇങ്ങനെ തപ്പി പിടിച്ച് കാണിച്ചു കൊടുക്കട്ടാ. എടേ അടി പോയാ? ഓക്കെ. ആ അല്ല പിന്നെ ആ അതല്ലടാ, അതല്ല ശരിയായ ഹാർട്ടല്ല അത്. രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒന്ന് നല്ല ശരിക്കും ഹാർട്ടുള്ളതുണ്ട്, അതിനല്ല സഫാൻ മാറിപ്പോയതാ. ഓക്കേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? പോത്തിനെ കാണിച്ചതിൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ കമൻസും കാര്യങ്ങളെല്ലാം എന്തായാലും അഭിപ്രായമായിട്ട് അറിയിക്കണം. അതുപോലെ വേറൊരു കാര്യം കൂടി പറയണ്ടേ, നമ്മളെ ഇവിടെ വരുന്നവരുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പെറ്റ് സ്റ്റേഷൻ ഷോർട്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് കേട്ടോ. ഞാൻ ഈ പ്രാവശ്യവും പെറ്റ് സ്റ്റേഷൻ ഷോർട്സിൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കണേ. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ ഒക്കെ കൂടുതലും പോസ്റ്റുകൾ ഞാൻ അതിൻ്റെ അകത്ത് ഇടുന്നത്. ആരാപ്പൈമെൻ്റെ ഫീഡിങ്ങാണ് മെയിനായിട്ട് ഇടുന്നത്. അതുപോലെ 97,000 സബ്സ്ക്രൈബറായിട്ട് കുറേ നാളായി കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാളെ അനക്കാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 100Kയിലേക്ക് എത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ചെയ്തു. ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അല്ല നിങ്ങളുടെ താല്പര്യം. ഓക്കെ, എന്തായാലും നമ്മളെ ഈ 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ച് എല്ലാവരോടും 1000 നന്ദിയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ വരുന്ന ആളൊന്നല്ല, ഈ എങ്ങനെയോ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെല്ലാം ആയിപ്പോയതാണ് കേട്ടോ. എന്നാലും 7 ലക്ഷം സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു എന്താ പറയുക എണ്ണമല്ല, അത്രയും വലിയ എണ്ണം. എൻ്റെ സ്വപ്നം കാണാത്ത രീതിയിലേക്കായിരുന്നു നമ്മുടെ ഈ രീതിയിലുള്ളൊരു വളർച്ച. എന്തായാലും നിങ്ങളെല്ലാം സപ്പോർട്ടാണ് നമ്മൾ അത്രയും ആക്കിയത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുടെ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. എങ്ങനെയുണ്ടായി ഞെട്ടിയാ? ഓക്കെ, ആ നല്ല പോസ്റ്റ് വരും. വീഡിയോയിൽ കാണാം കേട്ടോ ഞാൻ ശനിയാഴ്ചത്തെ.